പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി സാജിദ മുഹമ്മദ് അലിയാണ് നമ്മോടൊപ്പം. ആള് പ്രചരണത്തിന്റെ ഭാഗമായി വോട്ടുപിടുത്തത്തിലാണ്. അതിനിടയിലാണ് നമ്മോട് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ആരോഗ്യ പ്രവർത്തക കൂടിയായിട്ടുള്ള സാജിദ മുഹമ്മദ് അലി, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു റൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ വീടും ഞങ്ങൾ പോയി, രണ്ടാമത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിലുള്ളവർ വേറെ താമസിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും എടുത്തുനിന്നും. ഞാൻ എല്ലാ വീട്ടിലും പോണ വീടുകൾ തന്നെയാണ്. എല്ലാവരും കട്ട സപ്പോർട്ടാണ്. എന്തായാലും വിജയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാവും. നിങ്ങളൊരു ആരോഗ്യ പ്രവർത്തകയാണല്ലോ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കന്യാംഗല്ലേ, എങ്ങനെ കാണുന്നു അങ്ങനെ ഒരു മത്സരത്തെ? നല്ല നിലക്ക് ഭൂരിപക്ഷത്തോട് കൂടി വിജയിക്കുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ അവരുടെ കൂടെ എന്നുള്ള ആളാണ്. അവർക്ക് മരുന്നായിട്ടും പിന്നെ വാക്സിനായിട്ടും കോവിഡ് കാലത്ത് കുറേ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഇതും അവർക്ക് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ അവരെന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ട്രോഫി ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല പ്രവർത്തനമാണ് എന്നാണ് ഞാനിതുവരെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ റൈറ്റ്സ് പാലിറ്റീവ് കെയറിൻ്റെ ഒരു വളണ്ടിയറും കൂടിയാണ്. അപ്പോൾ എല്ലാ രോഗികളുടെ അടുത്തും ഞങ്ങൾ എത്തലുണ്ട്. അവർക്ക് എന്നെക്കൊണ്ട് പറ്റണ സഹായങ്ങൾ ഞാൻ ചെയ്യലുണ്ട്. ഇനിയും ഞങ്ങളെ 5ാം വാർഡായിരുന്നു, ഇനിയും ഇപ്പോൾ 6ാം വാർഡായി ആവാൻ പോവുകയാണ്. അപ്പോൾ 5ാം വാർഡിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങളെ മെമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പം അവരോട് കൂടെ തുടർന്ന് പ്രവർത്തിക്കും എന്നാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നല്ലൊരു പഞ്ചായത്തായിട്ട് നമുക്ക് ആവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതും കൂടി നമുക്കൊരു നല്ല പ്രചോദനമാണ് എല്ലായിടത്തും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനിയൊരു ജനപ്രതിനിധിയായിട്ട് ഇപ്പോൾ 6ാം വാർഡിൽ മത്സരിച്ച് വിജയിച്ചൊരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വാർഡിൽ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു പഞ്ചായത്തിൽ നിന്നൊരു വാർഡിലേക്ക് എന്തെല്ലാം അനുകൂലങ്ങൾ ലഭിക്കും എന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഓരോ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനം ഇന്നാലാവുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഉറപ്പാണ്. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയും വനിതാ ലീഗിന്റെ നേതാവ് കൂടിയായിട്ടുള്ള അനുമോൾ കല്ലയിലാണ് നമ്മോടൊപ്പം. എങ്ങനെയാണ് നിങ്ങളുടെ വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ എങ്ങനെ പോകുന്നത്? ഒന്നാമത്തെ റൗണ്ടൊക്കെ എല്ലാ വീടും ഞാൻ കയറി നോക്കിയിട്ടുണ്ട്, സന്ദർശകയായിട്ടുണ്ട്. ഒരുവിധം ജനങ്ങളെ എനിക്ക് റേഷൻ കടയിൽ ഇരുന്ന് അറിയുന്ന കാരണം ആ വ്യക്തികളുടെ വീട് ഏരിയയാണ് എനിക്ക് അറിയാത്തുള്ളൂ. പക്ഷേ ഒരുവിധമല്ല എല്ലാതും പരിചയസമ്പന്നതമായ മുഖങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കയറി. പിന്നെ ഞാൻ ഈ സന്ദർശനം നടക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ വീടുകളും ചിലത് ശോഷിച്ച അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, ചില വീടുകൾ. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ കയറി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കക്ഷിഭേദമന്യേ ഞാൻ എന്തായാലും ഇതിൽ പ്രവർത്തിക്കും. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. അവിടെ എന്നും നോക്കില്ല, കക്ഷിഭേദമന്യായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെന്ന് വെച്ചാൽ കന്നി മത്സരമാണ്. പിന്നെ എൻ്റെ വല്യപ്പ മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയത്തിനെ പടുത്തുയർത്താൻ ഏറെ പങ്കുവച്ച ഒരു വ്യക്തിയാണ് കുഞ്ഞിമോൻക എന്ന് പറഞ്ഞാല്. അപ്പോൾ അവര് വല്യപ്പാടെ കൂടെ നടന്ന വ്യക്തികള്, അവരുടെ കൂടെ ഞാൻ നടക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷവും ഒക്കെ കൂടിയിട്ടാണ് എനിക്ക് വരുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ അവിടുത്തെ ജനങ്ങളാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. കാരണം ഞാൻ അറിയുന്ന ജനങ്ങളും അവര് എന്നെ അറിയുന്ന ജനങ്ങളാണല്ലോ. അല്ലാതെ ഞാനൊരു പാർട്ടിയോ വേറെ ഒരു ഇതോ നോക്കിയിട്ടില്ല. എല്ലാ ജനങ്ങളെയും കൂടിയിട്ടാണ് ഞാൻ നോക്കിയിട്ട് നിന്നിട്ടുള്ളത്. അപ്പം എന്നാൽ കഴിയുന്നത് ആ പെരുമ്പടപ്പ് പഞ്ചായത്തിലെ 6ാം വാർഡ് എന്ന വാർഡിലത്തെ ഓരോ വികസനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓരോ കുടുംബത്തിലെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും എന്നാൽ കഴിയുന്നത് എനിക്ക് എൻ്റെ മുകളിൽ ഇരിക്കുന്നവരിൽ നിന്നും എനിക്ക് ചോദിച്ച് വാങ്ങിച്ച് അവരുടെ അടുത്തേക്ക് എത്തിക്കണം എന്നുള്ള ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ എനിക്ക് ഇപ്പം തന്നെ ഓടിക്കയറിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ 6ാം വാർഡിൻ്റെ ജനങ്ങൾക്ക് കക്ഷിഭേദമന്യേ ഞാൻ ചെയ്തു കൊടുക്കും എന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യണം.
അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. 6-ാം വാർഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നാള് എന്ന് ഞാൻ കാണുന്നില്ല. എല്ലാ ജനങ്ങളും എനിക്ക് സപ്പോർട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ എല്ലാവരും എന്നെ സപ്പോർട്ടിങ് ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 6-ാം വാർഡിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ എനിക്ക് നേടിക്കൊടുക്കാൻ കഴിയുന്നത് അത് എൻ്റെ മുകളിലിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് അവർക്ക് ഞാൻ വാങ്ങിച്ച് നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിജയിച്ചു കഴിഞ്ഞാല് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ 1-ാം ഘട്ടം പൂർത്തിയായി. ഇനി അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതേപോലെ നടക്കണം. കാരണം എന്ന് വെച്ചാല് എനിക്ക് ഓരോ ആൾക്കാരെയാണ് എനിക്ക് പരിചയം, ഓരോ വീടും എനിക്ക് പരിചയമില്ല അവിടെ. അപ്പൊ ആ വീട് ഏത് വഴി എങ്ങനെ ഏതുപോലെ എന്നുള്ളത് ഞാൻ അത് കറക്റ്റ് ഓരോന്നും മനസ്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കേണ്ട ആളല്ലേ. അപ്പൊ എനിക്ക് ഇന്നാളെ വീട് അറിയില്ല അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ എവിടെ ഏത് ഭാഗത്താണോ ആ വീട് നിൽക്കുന്നത് അവിടെ ഒക്കെ ഞാൻ കയറി ചെല്ലും. ഏത് ഇതിലാണെങ്കിലും ഞാൻ പ്രവർത്തിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. കളങ്കമില്ലാതെ എനിക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു വാശിയുണ്ട്. വാശി മാത്രല്ല, ചില വീട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു ഇത് പാവം എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പൊ അത് ചെയ്തു കൊടുക്കും, കളങ്കമില്ലാതെ ഞാൻ കക്ഷിഭേദമന്യേ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എൻ്റെ മനസ്സിലുണ്ട്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.